ഏതായാലും ഇതിൻ്റെ പിറകിലെല്ലാം പണമാണ്. ഒന്നാമത്തെ മാടത്തിന് ഈ ഇദ്ദേഹത്തെ കുരുക്കുന്നതിന് വേണ്ടി കോടികൾ കിട്ടി. അത് ഏതാണ്ട് 9 കോടിക്ക് അടുത്താണ് പറയുന്നത്. ഇതിനകത്ത് ഇരയെന്ന് പറയുന്ന ആൾക്ക് ഈ പറയുന്ന ദിലീപുമായിട്ട് ദീർഘകാലത്തെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴും ഏതാണ്ട് 60 കോടി രൂപയുടെ വസ്തു എഴുതി കൊടുക്കാൻ ദിലീപിനുണ്ടായത്. വസ്തു ഇടപാട് റിയൽ എസ്റ്റേറ്റ് ഇടയ്ക്ക് വെച്ച് സിനിമാ നടന്മാർ വരെ റിയൽ എസ്റ്റേറ്റാണ് പലരുടെയും പേരിൽ ഇങ്ങനെ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ പേരിലുണ്ടായിരുന്നു, ഇവർ എഴുതി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും. മൂന്നാമത്തെ മാടം എന്ന് പറയുന്ന ഈ പറയുന്ന ഈ നമ്മുടെ ഈ പ്രശസ്തമായിട്ടുള്ള നടി മൂന്നല്ല, ഇപ്പം ഇടയ്ക്ക് വന്നത് മാടത്തിനകത്ത് വരുന്നില്ല, ഗൂഢാനുസവത്തിനകത്ത് വരുന്നില്ല. രണ്ടാമത്തെ മാടം എന്ന് പറഞ്ഞാൽ സിനിമാ നടി. അവർക്ക് അവരുടെ ജീവിതത്തിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരെ ചതിച്ചു അല്ലെങ്കിൽ അവരെ വഞ്ചിച്ചു. സ്ത്രീകൾക്കുള്ള പ്രശ്നം അറിയാമല്ലോ. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന് വേറെ ആരോണ്ട് ബന്ധമുണ്ട്, ആ ബന്ധം പറഞ്ഞപ്പോൾ അയാൾക്കൊരു പണി കൊടുക്കണമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ അവർ പണി കൊടുത്തു. ഇനി മൂന്നാമത്തെ മാടം എന്ന് പറയുന്നത് ഈ പറയുന്ന സംവിധായകൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അവർക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മോനുണ്ട്. പുള്ളി ഇങ്ങനെ അത്യാവശ്യം ബീഡിയും വലിച്ച് നടക്കുന്ന ആൾ, തലമുടിയും വളർത്തി ബീഡിയും വലിച്ച് നടക്കുന്ന ആൾ. സംവിധായകനാവണമെങ്കിൽ അത് വേണമെന്ന് അവൻ്റെ വിചാരം. തലമുടിയും ഇപ്പം ആണ്. അപ്പോൾ അവനെ കൊണ്ട് അവൻ ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധം ഉണ്ടെന്ന് പോലും, എന്നിട്ട് ഇവനെ കല്യാണം കഴിപ്പിച്ചു പോലും. ഇവൻ ഈ കല്യാണം കഴിച്ചത് പോരാഞ്ഞ് ഇവിടുന്ന് പറക്കി കിട്ടി അങ്ങ് ഗോവയിൽ പോയി. അത് ഈ പെണ്ണറിഞ്ഞ് പെണ്ണ് വീട്ടിൽ പോയി. അതിനകത്ത് മോൻ്റെ കുടുംബജീവിതം തകർത്തതിന് ഉള്ള വൈരാഗ്യത്തിന് അതിജീവിതക്കിട്ട് പണി കൊടുത്താണെന്ന് പറയുന്നു. മാത്രവുമല്ല അതിനകത്തും ഈ പറയുന്ന വസ്തു കച്ചവടവും.